അന്ന് ഹോസ്പിറ്റൽ ഐസിയുയിൽ നിന്ന് അവനെ ഞാനിങ്ങ് തട്ടിക്കൊണ്ടുപോന്നു. അതെ, ഐ ആം ടെലിംഗ് ദ ട്രൂത്ത്. ഞാനിതാ കാണിച്ചു തരാം. സീ, അവര് മകന്റെ വിജയം മനസ്സിൽ ആഗ്രഹിച്ച് പുറത്ത് അച്ഛന്റെ കൂടെ ആണെന്ന് വരുത്തി തീർക്കാൻ എത്ര അനായാസമായിട്ടാണ് നമ്മെ അഭിനയിച്ച് തകർക്കുന്നത്. ജീവിതത്തിൽ അഭിനയിക്കാനുള്ള അംബികയുടെ ആ കഴിവ് അത് അവളുടെ കൂടെ പിറപ്പാ മോളെ. ആ കഴിവാണല്ലോ എന്നെ നിന്റെ അച്ഛനിൽ നിന്ന് അകറ്റിയത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങിയമ്മേ. അച്ഛനും ഒക്കെ മനസ്സിലാക്കാൻ അധിക ദൂരേനെ ഉണ്ടാവില്ല. ശരി മോളെ, നിനക്ക് ഇറങ്ങാനുള്ള സമയമായി കാണുമല്ലോ. മോള് പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പെന്ന ആ കടമ്പ അച്ഛൻ നിസ്സാരമായിട്ട് കടക്കും. അച്ഛനെയും അച്ഛന്റെ വോട്ടർമാരെയും സംബന്ധിച്ച് ദീപക്ക് വെറും പാഴ്മരോ. വിജയം പ്രതാപേട്ടന് തന്നെയായിരിക്കും. പിന്നെ അംബികയുടെ മുഖംമൂടി. അതെത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. എങ്കിൽ ശരി മോളെ, അമ്മ പിന്നെ വിളിക്കാം. ശരി അമ്മേ. ആ, അത് ശരി. ഋതുവിടെ അമ്മയോട് സംസാരിച്ചോണ്ട് നിൽക്കാണോ? നമുക്ക് ഇറങ്ങണ്ടേ? സമയം നോക്കിക്കേ. വർമ്മ സാർ റെഡിയാ, പ്രവർത്തകരും റെഡിയാ. ഋതു ഒന്ന് താഴേക്ക് വന്നാ നമുക്ക് ഇറങ്ങായിരുന്നു. അല്ല രാജു, അത് എന്തു പറ്റി? രാജു, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഇടം വരെ പോണായിരുന്നു. അയ്യോ ഋതു, ചതിക്കല്ലേ. പ്രചാരണത്തിന്റെ ചൂട് പിടിക്കുന്ന അവസാന മണിക്കൂറുകളാ. അറിയാം രാജു, പക്ഷെ അമ്മേനോട് അത്യാവശ്യമായിട്ട് വീട് വരെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ വരെ പോയിട്ട് നിങ്ങളുടെ ഒപ്പം വന്ന് ജോയിൻ ചെയ്യാം. ആ, അത് മതി. അമ്മയെ കാണാനല്ലേ ഋതു പോയിട്ട് വാ. ലേറ്റ് ആവില്ലേ? പിന്നെ ഇന്നത്തെ പ്രോഗ്രാമില് ഒരു ചെറിയ മാറ്റമുണ്ട്. മണ്ഡലത്തിലെ ഏറ്റവും ബോർഡർ ഏരിയകളിലാവും ഇന്നത്തെ പ്രചരണം. ഋതുവിന് ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്തിരിക്കാം. ശരി രാജു. അതെ, ലേറ്റ് ആവരുത്. ശരി രാജു. അനന്തപിള്ളേ, ഞാൻ വരിക തന്റെ തട്ടകത്തിലേക്ക്. അവള് വരുന്ന ലക്ഷണമൊന്നുമില്ലല്ലേ? അവള് വരും ദീപക്കെ. നിന്റെ അച്ഛനല്ലല്ലോ അവളുടെ അച്ഛൻ. അവള് പ്രതാപവർമ്മയുടെ മകളാ. വാക്ക് പറഞ്ഞാൽ അവളത് പാലിച്ചിരിക്കും. ദേ, ഇപ്പൊ നീ എന്തു പറയുന്നു? കണ്ടില്ലേ? ഓ, ഈ യൂസ്ലെസ് ഉണ്ടായിരുന്നോ? ഏയ് വേണ്ട. ഋതിക മോള് ഞാൻ വിളിച്ചിട്ട് വന്നതാ. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങളുടെ വീട്ടില്, എന്റെ മുന്നിൽ വേണ്ട ദീപക്കെ. പിന്നെ മോളെ, ഞാൻ മോളെ വിളിപ്പിച്ചത് ഒരു ഇലക്ഷൻ ഡീലിന് തന്നെയാ. ഒരു സംശയവും വേണ്ട. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താനും മറ്റുമാണെങ്കിൽ അതൊന്നും വേണ്ട. അതൊന്നും നടക്കില്ല. അതൊന്നും മോളുടെ കൂടെ ചെലവാവില്ലെന്ന് ഈ അനന്തനങ്ങളിന് വ്യക്തമായിട്ട് അറിഞ്ഞൂടെ? അതുകൊണ്ട് ഇത് വേറൊരു ആയുധമാണ്. ഇത് മറ്റൊരാൾക്കിട്ട് പ്രയോഗിക്കാൻ ഞാൻ സൂക്ഷിച്ചിരുന്ന ആയുധമാണ്. പക്ഷേ അതിപ്പോ ഇവിടെ എടുക്കേണ്ടി വന്നിരിക്കുന്നു. പണ്ട് ഭാരത യുദ്ധത്തിൽ അർജുനൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അർജുനനെ കൊല്ലാൻ കർണൻ കാത്തു സൂക്ഷിച്ചിരുന്ന വേൽ എന്നൊരു ആയുധം മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ ഖഡോൽ ഗജനിട്ട് പ്രയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ഖഡോൽ ഗജൻ ചത്തു, അർജുനൻ രക്ഷപ്പെട്ടു. എക്സാമ്പിൾ പറഞ്ഞു നിൽക്കാതെ നിങ്ങൾ കാര്യം പറയും. കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഇലക്ഷന് ഞങ്ങൾക്ക് ജയിക്കണം. ഞങ്ങൾ ജയിക്കണമെങ്കിൽ മോള് വിചാരിച്ചാലേ നടക്കൂ. ഞാൻ എന്റെ അച്ഛനെ ചതിക്കാൻ കാലു മാറണമെന്നാണോ പറയുന്നത്? നിങ്ങൾ ഇത്ര വിഡ്ഢിയായി പോയല്ലോ മനുഷ്യ. ഞാനൊരു വിഡ്ഢിയല്ലെന്ന് തൊട്ടു പുറകെ മോൾക്ക് മനസ്സിലാവും. ഒരു വാക്കുകൊണ്ടോ കുറെ കോടികൾ കൊണ്ടോ മോളുടെ മനസ്സ് മാറ്റാൻ പറ്റില്ലെന്ന് ഈ അനന്തപിള്ളയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ
ഈ വേല് ഞാൻ പുറത്തെടുത്തത്. മോൾക്ക് അച്ഛൻ ഇലക്ഷനിൽ ജയിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മുന്നണി ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. മോളുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണമെന്ന ലക്ഷ്യം. അതാണ് മോളുടെ സ്വപ്നം, അല്ലേ? എന്താ സംശയം? ഏതൊരു മകളുടെ സ്വപ്നം അങ്ങനെ ആയിരിക്കില്ലേ? ഓഫ് കോഴ്സ്. അപ്പോ മോളൊന്ന് കാലുമാറേണ്ടി വരും. പ്രതാപവർമ്മയും പത്മയും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ ഏക എവിഡൻസ് ആ ജഗന്നാഥനായിരുന്നു, അല്ലേ? Am I right? അതെ, ജഗന്നാഥൻ അങ്കിളിനെ നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊന്നു കളഞ്ഞില്ലേ? അവൻ ചത്തിട്ടില്ല മോളെ. യെസ്, ജഗന്നാഥൻ ചത്തിട്ടില്ല. ഈ അങ്കിൾ ആരാ മോൻ? അന്ന് ഹോസ്പിറ്റൽ ICUയിൽ നിന്ന് അവനെ ഞാനിങ്ങ് തട്ടിക്കൊണ്ടുപോന്നു. അതെ, ഐ ആം ടെലിംഗ് ദ ട്രൂത്ത്. ഞാനിതാ കാണിച്ചു തരാം. സി, ഇപ്പൊ മനസ്സിലായല്ലോ മോളെ ഈ അനന്തപിള്ള അങ്കിളിനെ? അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കാൻ ഈ ദൃക്സാക്ഷിയെ അങ്കിളും മോൾക്കങ്ങ് തിരികെ തരാം. പക്ഷേ ഒരു കണ്ടീഷൻ, മാടപ്പള്ളി മണ്ഡലത്തിൽ പ്രതാപവർമ്മ തോൽക്കണം. ഈ ദീപക് മോൻ അവിടെ ജയിക്കണം. വോട്ടുകൾ മറിക്കണം. ഋതിക മോൾ വിചാരിച്ചാൽ വോട്ട്സ് മറിക്കാൻ സാധിക്കും. അച്ഛനെ കാലുവാരുന്നതിലൊന്നും വലിയ തെറ്റില്ല. അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കാനല്ലേ? മോള് ആലോചിച്ചൊരു തീരുമാനമെടുക്കും.